ഇന്ന് പകലിലും എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽ അല്പനിമിഷത്തെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. അതിൻ്റെ 5-ാമത്തെ അധ്യായം 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. മതി. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായോ? എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഒന്ന് സന്തോഷത്തോടിരുന്നോട്ടെ. ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിലും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. നിങ്ങൾ സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മാത്രം മുറുകെ പിടിക്കണം. എന്നിട്ട് സകല വിധ ദോഷവും വിട്ട് അകലണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഇന്ന് പകൽ അല്പനിമിഷം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായമാണ്. ഈ വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ അല്പമായിട്ട് കടക്കാം. അതിനു മുമ്പ് 1 തെസ്സലോനിക്ക ലേഖനത്തെക്കുറിച്ച് ആമുഖമായിട്ടൊരു 3 കാര്യം 1, 2, 3 എന്ന ക്രമത്തിൽ ഓർപ്പിക്കാം. ശേഷം ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് അല്പമായിട്ട് നിങ്ങളെ കൊണ്ടുവരാം. തീർച്ചയായും ഈ ലേഖനം ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ യോഗാനന്തരം വീട്ടിൽ ചെന്ന് സമയം കണ്ടെത്തി ഈ ലേഖനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. കാരണം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിനായി അവൻ്റെ മക്കളായ നമ്മെ ഒരുക്കി നിർത്തുന്ന ഒരുപാട് പ്രബോധനങ്ങൾ ദൈവാത്മാവ് ധാരാളമായി നിറച്ചു വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. തീർച്ചയായും നമ്മുടെ വേദപുസ്തക ധ്യാനങ്ങളിൽ നമ്മൾ ലേഖനങ്ങൾ ഉൾക്കൊള്ളിക്കണം. കാരണം ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പുതിയ നിയമവിശ്വാസികളായ നമ്മൾ നമ്മുടെ ബൈബിൾ വായനയിൽ നിർബന്ധമായും ലേഖനങ്ങൾ ഉൾക്കൊള്ളിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും മാത്രമല്ല, ലേഖനങ്ങളുടെ കൃത്യമായ പത്യോപദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മളുടെ വേദപുസ്തക ധ്യാനങ്ങളിൽ നിർബന്ധമായും നമ്മൾ ലേഖനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും കരുത്താണ്. ലേഖനങ്ങളിൽ എനിക്ക് അവഗാഹ ജ്ഞാനമൊന്നുമില്ലെങ്കിലും, ആഴമായ പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും, വേദപുസ്തകം വായിക്കുവാൻ എനിക്ക് പ്രാപ്തി ലഭിച്ച നാൾ മുതൽ ഞാൻ അധികമായിട്ട് വായിക്കാറുള്ളത് ലേഖനങ്ങൾ തന്നെയാണ്. 14 ലേഖനങ്ങളും പലപ്പോഴായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 14 ലേഖനങ്ങളിൽ
പേരുകൊണ്ട് മാത്രമല്ല, അർത്ഥം കൊണ്ട് മാത്രമല്ല, പേരുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. ലേഖനങ്ങൾ 14 പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 14. എല്ലാ ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ച പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ആശയം കൊണ്ട് മാത്രമല്ല, പേരുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഇത് പറയുമ്പം തന്നെ ഒരു ഭംഗിയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു കാറ്റ് മാത്രമേ വന്നുള്ളൂ. ഉറക്കെയൊന്ന് പറഞ്ഞേ, ആ പുറകെ ഇരിക്കുന്നവരുടെ ആ പറയുമ്പം തന്നെ ഒരു ഗുമ്മാണല്ലേ. ആശയം കൊണ്ട് മാത്രമല്ല, പേര് കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. 3 പെൺകുഞ്ഞുങ്ങളെയാണ് കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നത്. എൻ്റെ മൂത്ത മകൾക്ക് 18 വയസ്സായി. രണ്ടാമത്തെ മകൾക്ക് 11 വയസ്സ്. മൂന്നാമത്തെ മകൾക്ക് 2.25 വയസ്സ് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ മകൾക്ക് തെസ്സലോനിക്ക എന്ന് പേരിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവൾ ജനിച്ചപ്പോൾ മൂത്ത മകളും രണ്ടാമത്തെ മകളും കൂടെ വേറൊരു പേരിട്ടു. പക്ഷെ അവളെ കാണുമ്പോഴൊക്കെ ആ പേരെൻ്റെ മനസ്സിൽ ഓടി വരാറുണ്ട്. യാത്ര കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് അവളെ വാരിയെടുത്തിട്ട് ചോദിക്കാറുണ്ട്, തെസ്സലോനിക്കയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ നോക്കി ചിരിച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ളൊരു പേരാണ് തെസ്സലോനിക്ക. അപ്പോൾ ഈ വിശുദ്ധ ആരാധനയിൽ, ഈ ധ്യാനയോഗങ്ങളുടെ സമാപന പകൽ നാം ഒരുമിച്ച് അല്പനിമിഷം ധ്യാനിക്കുന്നത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് 3 കാര്യം ഈ ലേഖനത്തെക്കുറിച്ച് ആമുഖമായിട്ടൊന്ന് പറയാം. ശ്രദ്ധിക്കണം. 1, ഈ ലേഖനം പൗലോസ് എഴുതാനുണ്ടായ സാഹചര്യം. 2, ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ലക്ഷ്യങ്ങൾ. 3, ഈ ലേഖനത്തിൽ പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ 3 കാര്യം ആമുഖമായി ഓടിച്ചൊന്ന് ചിന്തിച്ചിട്ട് ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഏത് ലേഖനം നമ്മൾ ധ്യാനത്തിന് തിരഞ്ഞെടുത്താലും ഏത് ലേഖനത്തിനകത്തും ഈ 3 കാര്യമുണ്ട്. 1, എഴുതാനുള്ള സാഹചര്യം. 2, എഴുതിയ ആൾക്ക് ലേഖനങ്ങളിലൂടെയുള്ള ലക്ഷ്യം. 3, ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പ്രിയരേ, ഈ 3 കാര്യം നാം മനസ്സിലാക്കിയാൽ നാം വായിക്കുന്ന ഏത് ലേഖനവും വ്യാഖ്യാനിയുടെ സഹായമില്ലാതെ നിഷ്പ്രയാസം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുന്നത്? എഴുതാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക സന്ദർശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ 18-ൻ്റെ 1-ലൊക്കെ ആ ചരിത്രമുണ്ട്. വായിക്കണ്ട. അപ്പോൾ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക സന്ദർശിച്ചത്. ഈ തെസ്സലോനിക്കയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഈ തെസ്സലോനിക്ക സന്ദർശിച്ചെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. തെസ്സലോനിക്ക ഒരു വ്യക്തിയുടെ പേരാണ്. ഒരു വ്യക്തിയുടെ പേര് ഒരു സ്ഥലത്തിൻ്റെ പേരായി മാറിയ പ്രതിഭാസമാണ് തെസ്സലോനിക്ക. അപ്പോൾ തെസ്സലോനിക്ക വ്യക്തിയുടെ പേരല്ല, തെസ്സലോനിക്ക സ്ഥലത്തിൻ്റെ പേരല്ല, അതൊരു വ്യക്തിയുടെ പേരാണെങ്കിൽ ആ വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്നേഹസമ്പന്നയായ സഹോദരിയുടെ പേരാണെന്ത്? തെസ്സലോനിക്ക. ആരാണ് അലക്സാണ്ടർ? 33 വയസ്സിനകത്ത് ലോകത്തിൻ്റെ പകുതി വെട്ടിപ്പിടിച്ച, ലോകത്തെ വിറപ്പിച്ച ഏറ്റവും കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? അലക്സാണ്ടർ.
ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്നേഹസമ്പന്നയായ സഹോദരിയുടെ പേരാണ് തെസ്സലോനിക്ക. ഈ തെസ്സലോനിക്കയുടെ ഭർത്താവായ കസാണ്ടർ ഒരിക്കൽ ചൂടുറവ എന്ന പേരിൽ അറിയപ്പെടുന്ന തെർമ പട്ടണത്തെ പിടിച്ചടക്കി. ഏറെക്കാലം കഴിയും മുമ്പ് അദ്ദേഹം ഈ പട്ടണത്തെ ഒന്ന് നവീകരിച്ചു, അല്ലെങ്കിൽ പുതുക്കി പണിതു. ശേഷം ഈ പട്ടണത്തിന് തൻ്റെ ഭാര്യയുടെ പേരായ തെസ്സലോനിക്ക എന്ന നാമകരണം അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഉന്നതനായ ഒരു മനുഷ്യൻ, പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ജെന്റിൽമാനായ ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യയുടെ മധുരമുള്ള ഓർമ്മയ്ക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത മനോഹരമായ പട്ടണമാണേത്? തെസ്സലോനിക്ക പട്ടണം. ഈ പട്ടണത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടത് കേട്ടേ. ഒന്ന്, ഇവിടെയുള്ള ആളുകൾ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ അവർ സ്നേഹസമ്പന്നരാണ്, അവർ സംസ്കാര സമ്പന്നരാണ്, ദയയും കരുണയുമുള്ള ആളുകളാണ്. മറ്റൊന്ന്, വെള്ളി കുഴിച്ചെടുക്കുന്ന ധാരാളം ഖനികൾ തെസ്സലോനിക്ക പട്ടണത്തിലുണ്ട്. അപ്പോൾ വിദ്യാസമ്പന്നന്മാരാൽ നിറയപ്പെട്ട, സംസ്കാര സമ്പന്നന്മാരാൽ നിറയപ്പെട്ട, സ്നേഹസമ്പന്നന്മാരാൽ നിറയപ്പെട്ട, ദയയും കരുണയുമുള്ള ആളുകളാൽ നിറയപ്പെട്ട, വെള്ളി കുടിച്ചെടുക്കുന്ന ധാരാളം ഖനികളുള്ള തെസ്സലോനിക്ക പട്ടണത്തിലേക്ക് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പൗലോസ് ചെല്ലുന്നത് രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ലേഖനം എഴുതാനുള്ള കാര്യമാണ്. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് ഏറെക്കാലം അവിടെ പാർത്തില്ല. അവിടെ പാർക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് കേവലം 30 ദിവസം മാത്രമാണ്. എൻ്റെ പ്രിയരെ, കേവലം 30 ദിവസം മാത്രമേ കർത്താവിൻ്റെ വേലയിൽ പൗലോസ് തെസ്സലോനിക്കയിൽ ചെലവഴിച്ചുള്ളുവെങ്കിലും ഈ 30 ദിവസം തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ പൗലോസിന് സമ്മാനിച്ച ഓർമ്മകൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ വിശദീകരണങ്ങൾക്കപ്പുറമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. കേവലം 30 ദിവസം മാത്രമേ പൗലോസ് തെസ്സലോനിക്കയിൽ കർത്താവിൻ്റെ വേലയിൽ ചെലവഴിച്ചുള്ളുവെങ്കിലും 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് സ്നേഹവും ആഴമായ വാത്സല്യവും തോന്നി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരു ഷോർട്ട് പീരീഡ്, കേവലം 30 ദിവസം മാത്രമേ കർത്താവിൻ്റെ വേലയിൽ പൗലോസ് തെസ്സലോനിക്കയിൽ ചെലവഴിച്ചുള്ളുവെങ്കിലും ഈ 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് സ്നേഹം മാത്രമല്ല, ആഴമായ വാത്സല്യവും പൗലോസിന് തോന്നി. ആമേൻ. ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് സ്നേഹവും ആഴമായ വാത്സല്യവും പൗലോസിന് തോന്നണമെങ്കിൽ എന്തോ കാരണമുണ്ട്. ചുമ്മാതെ ഒരാളോട് സ്നേഹം തോന്നുമോ? ചുമ്മാതെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുമോ? വെറുതെ ഒരാളോട് വാത്സല്യം തോന്നുമോ? ഇല്ല. ഒരു മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് സ്നേഹം മാത്രമല്ല, ആഴമായ വാത്സല്യവും പൗലോസിന് തോന്നണമെങ്കിൽ എന്തോ കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് ഞാൻ ഈ ലേഖനത്തിലൊന്ന് അന്വേഷിച്ചപ്പോൾ 3 കാരണമുണ്ട്. ഉറങ്ങുന്നവരെ ശ്രദ്ധിച്ചേക്കണേ. 3 കാരണം സഭയ്ക്ക് ബാധകമാണ്. 3 കാരണം. ഒന്ന്, അവർ വെച്ചു കൊടുത്ത ആഹാരത്തിൻ്റെ രുചിയല്ല. 2, അവർ പാർക്കാൻ കൊടുത്ത പാർപ്പിട ക്രമീകരണത്തിൻ്റെ വിശാലതയല്ല. 3, അവർ കൊടുത്ത സമ്മാനദാനമോ നന്മകളോ അല്ല. ഒരു മാസം കൊണ്ട് സ്നേഹവും വാത്സല്യവും തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നാൻ 3 കാരണം. 1, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പ്രത്യാശ. 2, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ വിശ്വാസം. 3, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ സ്നേഹം. ഒരു 3 ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ 3 കാര്യത്തിൽ സമ്പന്നരായിരുന്നു. 1, അചഞ്ചലമായ ക്രിസ്തു പ്രത്യാശയിൽ. 2, അചഞ്ചലമാകുന്ന ക്രിസ്തു വിശ്വാസത്തിൽ. 3, അചഞ്ചലമാകുന്ന ദൈവസ്നേഹത്തിൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ സമ്പന്നരായിരുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സമ്പന്നരായിരുന്നത് കൊണ്ട് ഒരു മാസം കൊണ്ട് അവരോട് സ്നേഹവും ആഴമായ വാത്സല്യവും പൗലോസിന് തോന്നിയെങ്കിൽ ഈ ആരാധനയിൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ആത്മീയരെ, ഞാനും നിങ്ങളും പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സമ്പന്നരാണെങ്കിൽ ആഴമായ സ്നേഹവും വാത്സല്യവും പൗലോസിനല്ല, ഇന്ന് പകൽ ദൈവത്തിന് നമ്മോട് തോന്നും. എൻ്റെ ദൈവത്തിന് എന്നോട് ആഴമായ സ്നേഹം തോന്നണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ടോ? എൻ്റെ ദൈവത്തിന് എന്നോട് ആഴമായ വാത്സല്യം തോന്നണമെന്ന് കൊതിയുള്ളവർ ഇതിനകത്തുണ്ടോ? വളഞ്ഞ വഴികളൊന്നുമില്ല, കുറുക്ക് വഴികളൊന്നുമില്ല, ഷോർട്ട് കട്ടുകളൊന്നുമില്ല, എളുപ്പ വഴികളൊന്നുമില്ല. അവങ്കലുള്ള പ്രത്യാശയിൽ നിങ്ങൾ സമ്പന്നരാകുക. അവങ്കലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാകുക. അവങ്കലുള്ള സ്നേഹത്തിൽ നിങ്ങൾ സമ്പന്നരാകുക. അക്കരമടിച്ചാത്മാവിലൊന്ന് ബലപ്പെട്ടാട്ടെ. അതുകൊണ്ട് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നെഞ്ചും കൂടിൽ വലങ്കരം ചേർത്ത് വെച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണമപ്പോ. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, ശാരീരിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലേലും, ഭൗതിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, അങ്ങനെയുള്ള പ്രത്യാശയിൽ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ, അങ്ങനെയുള്ള സ്നേഹത്തിൽ എന്നെ സമ്പന്നനാക്കണമേ എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ചേർന്നൽപ്പ നിമിഷം ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ബലപ്പെട്ടാട്ടെ. പ്രത്യാശയിൽ സമ്പന്നതയുള്ള, വിശ്വാസത്തിൽ സമ്പന്നതയുള്ള, സ്നേഹത്തിൽ സമ്പന്നതയുള്ള ഒരു സഭയായി ദേശത്ത് ഈ സഭ പടർന്ന് പന്തലിച്ച് പരിലസിക്കട്ടെ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ സമ്പന്നരായിരുന്നത് കൊണ്ട് 30 ദിവസം കൊണ്ട് പൗലോസിന് അവരോട് സ്നേഹവും ആഴമായ വാത്സല്യവും തോന്നി. ഈ 30 ദിവസം ടപ്പെന്നങ്ങ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ സത്യാസഭാഷ കണ്ണടച്ച് തുറക്കുന്നതിന് 30 ദിവസം കഴിഞ്ഞു. ഈ സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഞാൻ എഴുന്നേറ്റപ്പോൾ 12:05, ഇപ്പോൾ തേണ്ട 12:30 ഇനിയിപ്പോൾ ഒന്ന് കണ്ണ് അടച്ച് തുറക്കുമ്പം 1 മണിയാവും. അതുകൊണ്ട് ഉറങ്ങല്ലേ കേട്ടോ, ഇപ്പോൾ സമയം പോവും. ചിലരൊക്കെ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറക്കം വരുന്നവരൊന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ സമയം തീരും. ഈ സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത്. കണ്ണടച്ച് തുറക്കുമ്പം 1 മാസം കഴിഞ്ഞെന്നേ. ഈ 1 മാസം കഴിഞ്ഞപ്പോൾ പൗലോസിന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തെസ്സലോനിക്കയിൽ നിന്ന് കൊരിന്തിലേക്കാണ് പോകേണ്ടത്. എവിടേക്കാണ് പോകേണ്ടത്? ഉറക്കെന്ന് പറഞ്ഞേ. അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളി ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ കൊരിന്തിൽ വരണം. ഒരു മാസം കഴിഞ്ഞു. തെസ്സലോനിക്കയിൽ നിന്നും പൗലോസിന് കർത്താവിൻ്റെ വേലയിൽ കൊരിന്തിലേക്ക് പോകണം. തെസ്സലോനിക്കയിൽ താൻ ചിലവഴിച്ചത് കേവലം 30 ദിവസം. കൊരിന്തിൽ താൻ ചിലവഴിച്ചത് 18 മാസം. ആ കാലഘട്ടങ്ങളിലാണ് കൊരിന്തിൽ സഭയുണ്ടാകുന്നത്. ആ കാലഘട്ടങ്ങളിലാണ് തെസ്സലോനിക്കർക്കെഴുതി 1-ാമത്തെ ലേഖനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൊരിന്തിലേക്ക് പോകാം. തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ആളാം പ്രതി എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞു. ഞങ്ങൾ പാസ്റ്റർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു സെൻഡ് ഓഫ് മീറ്റിംഗ് ഒക്കെ വെച്ച് ആളാം പ്രതി എല്ലാവരെയും കണ്ട് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് യാത്ര പറഞ്ഞു. ഞാനൊരു മാസം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ ഞാൻ എവിടേക്ക് പോകുകയാ? കൊരിന്തിലേക്ക് പോകുകയാണ്. തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിലേക്ക് പോകാൻ പൗലോസ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ആളാം പ്രതി എല്ലാവരെയും കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് യാത്ര പറഞ്ഞു. പ്രിയരെ ശ്രദ്ധിച്ചേ, സങ്കടകരം, ഖേദകരം. തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ പൗലോസിൻ്റെ മനസ്സനുവദിക്കുന്നില്ല. യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. പക്ഷെ തെസ്സലോനിക്കയെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ ഹൃദയം അനുവദിക്കുന്നില്ല. കാരണം എന്നാ? അത് തന്നെ, അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം, അവരുടെ
സ്നേഹം. ഇതോർക്കുമ്പോൾ അവരെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ, എൻ്റെ പൊന്ന് ദൈവദാസനെ, ചിലയിടത്തൊക്കെ ചെന്നാൽ നമ്മൾ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിച്ച് ഇറങ്ങി ഓടാൻ തോന്നുമല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പെട്ടുപോയല്ലോ അല്ലേ, ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിച്ച് ഇറങ്ങി ഓടാൻ തോന്നും. പക്ഷേ ഒറ്റ മാസം തെസ്സലോനിക്കയിൽ പാർത്ത പൗലോസിന് അവരെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മഹാനിയോഗമല്ലേ. മനസ്സില്ല മനസ്സോടെ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് തെസ്സലോനിക്കയിൽ നിന്നും പ്രയാണം ചെയ്ത് പൗലോസ് എവിടെ എത്തി? കൊരിന്തിലെത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ കൊരിന്തിൽ അദ്ദേഹം പാർത്ത് അവിടെ പ്രവർത്തിക്കുമ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ മുഴുവൻ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും എന്ന് വേണ്ട, തെസ്സലോനിക്കയിൽ താൻ ചിലവഴിച്ച നിമിഷങ്ങൾ മുഴുവൻ തൻ്റെ മനസ്സിൽ സ്നേഹസമ്പന്നരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള തുളുമ്പുന്ന ഓർമ്മയാണ്. ഈ ഓർമ്മ തന്നെ വല്ലാതെ അങ്ങോട്ട് അലട്ടിയപ്പോൾ പൗലോസിൻ്റെ അകത്തൊരാഗ്രഹം, എനിക്ക് വീണ്ടും എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക്. വീണ്ടും തെസ്സലോനിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹം. പക്ഷേ തെസ്സലോനിക്കയിലേക്ക് വീണ്ടും ഒന്നുകൂടെ പോകാൻ തൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരിക്കൽ കൂടെ തെസ്സലോനിക്കയിലേക്ക് പോകാൻ പൗലോസിൻ്റെ സാഹചര്യം തന്നെ അനുവദിക്കുന്നില്ലെന്ന് തനിക്ക് ഉറപ്പായപ്പോൾ ശ്രമം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ആ മകനെ ഇങ്ങ് വിളിപ്പിച്ചു. ആ മകൻ ആരാന്നറിയാമോ? താൻ ജനിപ്പിച്ച മകനല്ല, തൻ്റെ ചോരയിൽ പിറന്ന മകനല്ല. ഇതുപോലൊരു മിഷണറി യാത്രയിൽ തനിക്ക് കിട്ടിയ മകൻ, ചേർത്ത് നിർത്തി വിശ്വാസത്തിൻ്റെയും ശുശ്രൂഷയും ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന മകൻ, ആത്മീക പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മകൻ. അമ്മ വിശ്വാസിയ, വല്യമ്മയും വിശ്വാസിയ, ഇരുവരിലുമുള്ള വിശ്വാസം അവനിലുണ്ട്. ആ മകൻ്റെ പേരിൽ പ്രസിദ്ധമായ 2 ലേഖനമുണ്ട്. ആ മകനാണ് സാക്ഷാൽ ദൈവപുരുഷനായ തിമോത്തിയോസ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണം, അതിനകത്തൊരു ദൂതുണ്ട്. ഒരിക്കൽ കൂടെ പൗലോസിന് കൊരിന്തിൽ നിന്നും തെസ്സലോനിക്കയിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായപ്പോൾ തൻ്റെ മകനെ വിളിപ്പിച്ചു. വിളിപ്പുറത്ത് മകൻ ഓടി വന്നു. പൗലോസ് അവനോട് പറയുന്നു, മോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പങ്കുവയ്ക്കാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എന്താ? 1 മാസം ഞാൻ തെസ്സലോനിക്കയിലായിരുന്നു. മോനെ, അവിടെയുള്ള ദൈവമക്കൾ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും സമ്പന്നരാ. അവരെ വചനം പഠിപ്പിച്ച്, അവരെ പ്രബോധിപ്പിച്ച്, അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച് എനിക്ക് കൊതി വന്നില്ല, മതി തീർന്നില്ല. അതിനിപ്പുറത്താണ് ഞാൻ ഈ കൊരിന്തിലേക്ക് വന്നത്. ഇവിടെ പാർക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ സ്വസ്ഥത കെടുത്തുന്നു, എൻ്റെ ഹൃദയത്തെ വലയ്ക്കുന്നു, എൻ്റെ കണ്ണിനെ നനയിക്കുന്നു. എനിക്ക് വീണ്ടും അവരുടെ ഇടയിലേക്ക് പോകണമെന്ന് ആഗ്രഹം. പക്ഷേ എൻ്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. ഉടനെ തിമോത്തിയോസ് ചോദിച്ചു, ഞാൻ എന്താണ് വേണ്ടത്? പൗലോസ് പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. എനിക്ക് പകരം നീ എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക്. എന്തിനാ? തെസ്സലോനിക്ക കാണാനല്ല, അവിടെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല, അവർ തരുന്ന സമ്മാനം സ്വീകരിക്കാനല്ല. എനിക്ക് പകരം നീ തെസ്സലോനിക്കയിലേക്ക് പോകണം. എന്തിനാ? ഞാൻ അവരെ പഠിപ്പിച്ചതുപോലെ വചനം അവരെ പഠിപ്പിക്കേണ്ടതിന്, ഞാൻ അവരെ പ്രബോധിപ്പിച്ചതുപോലെ വചനം അവരെ പ്രബോധിപ്പിക്കേണ്ടതിന്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്. എനിക്ക് പകരം തേജസ്സിൻ്റെ ശുശ്രൂഷയുമായി നീ എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക്. ഞാനൊരു ചിന്ത പറയട്ടെ, ദൂതായിട്ട് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ഈ തിമോത്തിയോസിനെ ദൈവമാക്കിയ സ്ഥാനത്തെ അവൻ 100% വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവം അവനെ മറന്നു കളഞ്ഞില്ല, ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല, ദൈവം അവനെ ഓർക്കാതിരുന്നില്ല. പിന്നെ പൗലോസിൻ്റെ പകരക്കാരനായി തേജസ്സിൻ്റെ ശുശ്രൂഷയ്ക്ക് അവനെ തെസ്സലോനിക്കയിലേക്ക് അയച്ചെങ്കിൽ
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത്, ദൈവം നമ്മെ ആക്കിയ വിഷയത്തിൽ നാം വിശ്വസ്തരാണെങ്കിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ മണ്ഡലങ്ങളിലൂടെ, പുതിയ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ ഹൃദയം തുറന്നൊരു തീരുമാനമെടുക്ക്. എൻ്റെ ദൈവം എന്നെ ആക്കിയ ഇടത്ത്, ആക്കിയ സ്ഥാനത്ത്, ആക്കിയ വിഷയത്തിൽ ഞാൻ വിശ്വസ്തനായി നിൽക്കും. കൃപ 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 കൃപ. കുഞ്ഞുമക്കളെ, നമ്മുടെ വിശ്വസ്തതയ്ക്ക് ചില ബൗണ്ടറികളെ തകർക്കാൻ കഴിയും. നമ്മുടെ വിശ്വസ്തതയ്ക്ക് ചില പരിമിതികളെ പൊട്ടിക്കാൻ കഴിയും. നമ്മുടെ വിശ്വസ്തതയ്ക്ക് നാം ചിന്തിച്ചിട്ടില്ലാത്ത ഇടത്ത് നമ്മെ എത്തിക്കാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ. സാത്താന്യ മണ്ഡലങ്ങളും സാഹചര്യങ്ങളും മനുഷ്യനും നിനക്ക് ചുറ്റും വച്ച സാഹചര്യത്തിൻ്റെ വേലികളെ പൊളിച്ച് നീ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ ഇന്ന് പകൽ വിശ്വസ്തതയ്ക്ക് കഴിയുമെങ്കിൽ ഈ ഞായറാഴ്ച പകൽ, ഈ പ്രാർത്ഥനയുടെ അവസാന പകൽ ഹൃദയം തുറന്നൊരു തീരുമാനമെടുക്ക്. എൻ്റെ ദൈവം എന്നെ ആക്കുന്ന ഇടത്ത്, എൻ്റെ ദൈവം എന്നെ ആക്കുന്ന വിഷയത്തിൽ, എൻ്റെ ദൈവം എന്നെ ആക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനായി, ഞാൻ വിശ്വസ്തയായി നിൽക്കും. ഒരു കാര്യം തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടിയത് പ്രഗത്ഭരെയല്ല. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടിയത് പ്രസിദ്ധരെയല്ല. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടിയത് പ്രശസ്തരെയല്ല. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടിയത് വിശ്വസ്തന്മാരെയാണ്. പ്രഗത്ഭന്മാരെ ലോകമറിയും, പ്രസിദ്ധന്മാരെ ലോകമറിയും, പ്രശസ്തന്മാരെ ലോകമറിയും. എന്നാൽ വിശ്വസ്തന്മാരെ ലോകമറിയത്തില്ല. വിശ്വസ്തന്മാരെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. അത് മറ്റാരുമല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട നിന്റെ ജീവന്റെ ഉടമസ്ഥനായ ദൈവമാണ്. വിശ്വസ്തന്മാരെ അവൻ അറിയും. കരമടിച്ചാത്മാവിനൊന്ന് ബലപ്പെട്ടാട്ടെ. അതുകൊണ്ട് ദൈവത്തോട് പറ, എന്നെ ഒരു വിശ്വസ്തനാക്കണമേ, എന്നെ ഒരു വിശ്വസ്തയാക്കണമെന്ന് ദൈവത്തോട് പറ. എന്താ വിശ്വസ്തത? വിശ്വസ്തത ഒത്തിരി അന്യഭാഷ പറയുന്നതല്ല. അതുകൊണ്ട് അന്യഭാഷ പറയരുതെന്നല്ല. വിശ്വസ്തത സ്വോത്രാഴ്ച ഇടുന്നതല്ല. അതുകൊണ്ടേ ആർക്കും ഇടാം. അതുകൊണ്ട് നാളെ ഇടാതിരിക്കരുത് കേട്ടോ. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുന്നതല്ല. ഞാൻ സാധാരണ വെള്ള ഇടാറുള്ളൂ, കളർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വെള്ള ഇടരുതെന്നല്ല. വിശ്വസ്തത എന്താണ്? വിശ്വസ്തതയ്ക്ക് ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തൻ കൊടുത്തിരിക്കുന്ന നിർവചനം ചിന്തനീയമാണ്, സിമ്പിളാ. കേട്ടെ, ദൈവം നമ്മെ വിശ്വസിക്കുന്നതാണ് വിശ്വസ്തത. എൻ്റെ ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ടെന്ന് നിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടെങ്കിൽ നിന്നെ ബൈബിൾ വിളിക്കുന്ന പേര് നീ വിശ്വസ്തനാണ്. എൻ്റെ ബൈബിളിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. കാരണം ഏത് സാഹചര്യത്തിലും എന്നെ പറ്റിക്കാതെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അതെൻ്റെ ദൈവമാണ്. അവൻ എനിക്ക് വിശ്വസ്തനാണെങ്കിൽ ഞാൻ അവന് വിശ്വസ്തനാകണം. വിഷാഗോപുരത്തിൽ നിന്നും ഒരു രാജാവ് തൻ്റെ പ്രജകളെ വീക്ഷിക്കുന്ന പോലെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം വീക്ഷിക്കുന്നു. വിശ്വസ്തന്മാരുണ്ടോ? പ്രിയരേ, നമുക്ക് വിശ്വസ്തരാകാം. അപ്പം ഞാൻ ഓടിച്ചു പോകാം. ഈ തിമോത്തിയോസിനെ ദൈവമാക്കിയ സ്ഥാനത്ത് കൊച്ചു വിശ്വസ്തനായിരുന്നുകൊണ്ട് ദൈവം അവനെ മറന്നു കളഞ്ഞില്ല, തള്ളിക്കളഞ്ഞില്ല. പൗലോസിൻ്റെ പകരക്കാരനായി അവനെ എവിടെ കഴിച്ചു? പറ. തെസ്സലോനിക്കയിലേക്ക് കഴിച്ചു. അങ്ങനെ ഈ പൗലോസ് തിമോത്തിയോസിനെ ചേർത്ത് നിർത്തി കൈവച്ചു പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എങ്ങോട്ട് വിട്ടു? പറഞ്ഞേ. പൗലോസിൻ്റെ പ്രാർത്ഥനയും ആശീർവാദങ്ങളും ഒക്കെ വാങ്ങി തിമോത്തിയോസ് തെസ്സലോനിക്കയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേ പൗലോസ് പറഞ്ഞു, ഒന്ന് നിന്നേ, പ്ലീസ് ഒന്ന് നിന്നേ. ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട്. അത് ചെയ്യാൻ നീ മറക്കരുത്. അതിനാ ഞാൻ നിന്നെ തെസ്സലോനിക്കയിലേക്ക് വിടുന്നത്. അതാണ് ഈ ലേഖനം എഴുതാനുള്ള കാരണം. മോനെ തിമോത്തിയോസേ, നീ തെസ്സലോനിക്കയിൽ ചെന്ന് പാർത്ത് അവിടെയുള്ള ദൈവമക്കളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീ മറക്കരുത്. അതിനാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിടുന്നത്.
തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പരിമിതി, അവരുടെ പോരായ്മ, അവരുടെ ബലഹീനത, അവരുടെ സംശയം എന്താണെന്നുള്ളത് പ്രാർത്ഥിച്ച് വിവേചിച്ചു മനസ്സിലാക്കണം. ഒരല്ലേലിയ പറഞ്ഞാട്ടെ. എന്നിട്ടത് ആരോടും പറഞ്ഞു വരത്തരുത്. ഇന്നത്തെ രീതി പറഞ്ഞാൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇടരുത്. അത് നീ ഒരു റിപ്പോർട്ടാക്കണം. എന്നിട്ടേറെ കാലം കഴിയും മുമ്പ് മടങ്ങി വന്ന് ആ റിപ്പോർട്ട് നീ എൻ്റെ കയ്യിൽ തരണം. എന്തിനാ? ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തെസ്സലോനിക്ക സഭയ്ക്ക് എനിക്കൊരു ലേഖനം എഴുതാൻ. ഞാൻ തെസ്സലോനിക്കരെ വിട്ട് കൊരിന്തിൽ പാർക്കുന്ന നാൾ മുതൽ എൻ്റെ അകത്തൊരു നിയോഗം, എൻ്റെ അകത്തൊരു താല്പര്യം, എൻ്റെ അകത്തൊരു ദർശനം. എന്താ? തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്കൊരു ലേഖനം എഴുതാൻ. എന്തിനാ? അവരെ വചനത്തിൽ ഉറപ്പിക്കേണ്ടതിന്, അവരെ കർത്താവിന് പ്രസാദമുള്ളവരാക്കേണ്ടതിന്, അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ടതിന് അവർക്കൊരു ലേഖനം എഴുതാൻ എൻ്റെ അകത്തൊരു നിയോഗം. ആ നിയോഗം എൻ്റെ അകത്ത് ചില ദിവസങ്ങളായി ഓളം വെട്ടുകയാ, തിരയിളകുകയാ. മോനെ തിമോത്തിയോസേ, ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തെസ്സലോനിക്കയിലേക്ക് വിടുന്നത് നീ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല, നീ അവിടെ കണ്ടു കറങ്ങി നടക്കാനല്ല, നീ അവർ തരുന്ന സമ്മാനം സ്വീകരിച്ച് മടങ്ങി വരാനല്ല. തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ ബലഹീനത, പോരായ്മ, പരിമിതി, പിന്നെ അവരുടെ സംശയം എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. പ്രാർത്ഥിച്ച് എന്നിട്ട് റിപ്പോർട്ടുണ്ടാക്കി മടങ്ങി വന്നെൻ്റെ മോൻ ആ റിപ്പോർട്ടിൻ്റെ കയ്യിൽ തരണം. അങ്ങനെ പൗലോസിൻ്റെ നിർദ്ദേശാനുസരണം പ്രാർത്ഥനയോടെ തെസ്സലോനിക്ക സന്ദർശിച്ച തിമോത്തിയോസ് തന്നിലുള്ള വിവേചനാത്മാവിനെ ജ്വലിപ്പിച്ചിട്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പരിമിതി, പോരായ്മ, ബലഹീനത, സംശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8 എന്ന ക്രമത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മടങ്ങി വന്ന് ആ റിപ്പോർട്ട് തിമോത്തിയോസ് ആർക്ക് കൊടുത്തു? പൗലോസിൻ്റെ കൊടുത്തു. അങ്ങനെ പൗലോസിൻ്റെ നിർദ്ദേശാനുസരണം തെസ്സലോനിക്ക സന്ദർശിച്ച് അവിടെയുള്ള ദൈവമക്കളെക്കുറിച്ച് തയ്യാറാക്കി കൊടുത്ത കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊരിന്തിലിരുന്നു കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് അദ്ദേഹം മനോഹരമായി 1ാമത്തെ ലേഖനം എഴുതുന്നത്. ലേഖനം എഴുതാനുള്ള കാര്യം പിടികിട്ടിയോ? ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി 2ാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. തിമോത്തിയോസ് നൽകിയ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് ദൂരെ കൊരിന്തിലിരുന്നു കൊണ്ടേ ഇങ്ങകലെ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് അദ്ദേഹം ഈ മനോഹരമായ പ്രഥമ ലേഖനം എഴുതുമ്പോൾ 2ാം ഭാഗം ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാ? ആ ലക്ഷ്യത്തെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ 4 ഗംഭീരമായ ലക്ഷ്യമാണ് ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിനുള്ളത്. എത്ര ലക്ഷ്യം? ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഇച്ചിരി ഉറക്കെ പറ. 4 ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഈ ലേഖനത്തിലേക്ക് എന്നെ വലിച്ചടിപ്പിച്ചത്. ആ ലക്ഷ്യമാണ് ആഴ്ചകളോളം ഈ ലേഖനത്തിൻ്റെ മുമ്പിൽ എന്നെ അടയിരുത്തിയത്. ആ ലക്ഷ്യമാണ് ഒരുപാട് തവണ ഈ ലേഖനം ധ്യാനിക്കുവാൻ എന്നിൽ ആവേശം പകർന്നത്. എത്ര മനോഹരമാണെന്നറിയാമോ ലക്ഷ്യം? കോർത്ത മാലയുടെ മുത്ത് ചേർന്ന് കിടക്കുന്ന പോലെ ഒന്നൊന്നിനേക്കാൾ മെച്ചമാണ് ലക്ഷ്യങ്ങൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ഉപവാസ ധ്യാനയോഗത്തിൻ്റെ സമാപന പകൽ ഈ വിശുദ്ധ ആരാധനയിൽ നിയോഗത്തോടെ ഒരിക്കൽ കൂടെ ഞാൻ തെസ്സലോനിക്ക ലേഖനം നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഈ ലേഖനത്തിലൂടെ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ളത് ഇതേ 4 ലക്ഷ്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഇന്ന് പകൽ ആ ലക്ഷ്യം എന്നിൽ സംഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരൊരു സ്വത്രം പറഞ്ഞാട്ടെ. താവേ, ഇന്ന് പകൽ ഈ വചനത്തിലൂടെ എന്നെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി? എൻ്റെ തലമുറയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി? എൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി? എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി? ആ പദ്ധതിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും.
വചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ആമേൻ. വചനത്തിന് കെട്ടുകളെ അഴിക്കാൻ കഴിയും. വചനത്തിന് അടഞ്ഞ വാതിലുകളെ തുറക്കാൻ കഴിയും. വചനത്തിന് രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. വചനത്തിന് താമ്രവാതിലുകളെ തകർക്കാൻ കഴിയും. വചനത്തിന് ഇരുമ്പോടാമ്പലുകളെ ഉടയ്ക്കുവാൻ കഴിയും. വചനത്തിന് ആഭിചാരങ്ങളെ തകർക്കാൻ കഴിയും. വചനത്തിന് അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ കൈകളടിച്ച് അല്പനിമിഷം ആത്മാവിനൊന്ന് ബലപ്പെട്ടാട്ടെ. വചനത്തിന്റെ മുമ്പിൽ അഴിയാത്ത ബന്ധനങ്ങളില്ലെന്ന്, വചനത്തിന്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ലെന്ന്, വചനത്തിന്റെ മുമ്പിൽ പൊട്ടാത്ത ചെങ്ങലുകളില്ലെന്ന്, വചനത്തിന്റെ മുമ്പിൽ തകരാത്ത താമ്ര കഥകളില്ലെന്ന്, വചനത്തിന്റെ മുമ്പിൽ അറത്ത് ഖണ്ഡിക്കപ്പെടാത്ത അമിക്കയറുകളില്ലെന്ന്, വചനത്തിന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ കൈകളടിച്ച് അല്പനിമിഷം ആത്മാവിനൊന്ന് ബലപ്പെട്. കൃപ 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 കൃപ. എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ എന്നിലേക്ക് മടങ്ങി വരികയില്ല. ഞാൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാണ്. എൻ്റെ വചനം കത്തുന്ന തീയാണ്. എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. എൻ്റെ വചനം ഇരുവായി തലയുള്ള ഏതു വാളിനെ കഴിഞ്ഞും മൂർച്ചയേറിയ വാളാണ്. വചനത്തിന് ബന്ധനങ്ങളെ തകർക്കാൻ കഴിയും. എൻ്റെ പ്രിയരേ, വചന ശുശ്രൂഷയിൽ സൗഖ്യമായ ക്യാൻസർ രോഗികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വചന ശുശ്രൂഷയിൽ ശുദ്ധമായ കുഷ്ഠരോഗികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വചന ശുശ്രൂഷയിൽ സൗഖ്യമായ ഭ്രാന്തന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വസിക്ക്, ഇവിടെ വെളിപ്പെടുന്ന വചനം നീ അടച്ചു പൂട്ടിയിട്ട് പോകുന്ന വീട്ടിനകത്ത് ഇന്ന് പകൽ ചില ക്രിയകൾ ചെയ്യും. ഇവിടെ വെളിപ്പെടുന്ന വചനം നിന്റെ തലമുറയായിരിക്കുന്ന ഇടത്ത്, നിന്റെ പ്രാണന്റെ പകുതി ആയിരിക്കുന്ന ഇടത്ത് ഇന്ന് പകൽ ചില ക്രിയകൾ ചെയ്യും. വചനം ഒരിടത്ത് കറങ്ങി നിൽക്കത്തില്ല. വചനം പുറപ്പെടുന്നു. എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാനൊരു അനുഭവം പറയാം. സമയം തീരുന്നുവെങ്കിലും 22 വയസ്സ് പ്രായം എനിക്കുള്ളപ്പോൾ അവിവാഹിതനാണ്. ചോരയ്ക്ക് കുറച്ചുകൂടെ ചൂടുള്ള പ്രായമാണ്. ഞാനൊരു 40 ദിവസം ഉപവസിച്ചു. ഉപവാസത്തിന് ശേഷം എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് തിരുവല്ലയ്ക്കപ്പുറം കുറ്റപ്പുഴയാണ്. ഒരു ചർച്ചിലാണ്, വീട്ടിലെ ഒരു ചർച്ചാണ്. 1:30 പകലത്തെ സെക്ഷൻ കഴിഞ്ഞു. പെട്ടെന്ന് വെണ്ണിക്കുളത്തിനപ്പുറത്ത് നിന്നും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബൈക്കിൽ വന്നു. എന്നോട് പറഞ്ഞു, പെട്ടെന്ന് കയറ്. ഞാൻ പറഞ്ഞു, കഴിച്ചില്ല, പിന്നെ കഴിക്കാം. സീരിയസ് ആയിട്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ബഡിൽ ചാടിക്കേറി 20 മിനിറ്റ് കൊണ്ട് കുറ്റപ്പുഴയിൽ നിന്നും അദ്ദേഹം എന്നെ വെണ്ണിക്കുളത്തിനപ്പുറത്തൊരു മലമുകളിലെത്തിച്ചു. കേൾക്കണം, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അർജൻറ്റാണ്, സീരിയസ് കേസാണ്. ഞാൻ ആ മലമുകളിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു വീട്ടിൻ്റെ ഹാളിൽ പാവപ്പെട്ട കുറേ ദൈവമക്കൾ പ്രാർത്ഥനയിലിരിക്കുന്നു. 2 മണിക്ക് അവിടെ എത്തി. 2 മണിയായപ്പോൾ പാസ്റ്റർ എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നു. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചു. 3:30 വരെ പ്രസംഗിച്ചു. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് സമയം തന്നു. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. മർക്കോസ് 4-5 അധ്യായം. അതിശക്തമായ ആരാധന വെളിപ്പെട്ടു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് 3 മണിക്ക് ഞാനിരുന്നു. 3:30 ഞാനിരുന്നു. പെട്ടെന്ന് പാസ്റ്റർ എഴുന്നേറ്റ് എൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഒരവലോകനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആരാധന വെളിപ്പെട്ടു. ജനം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കാര്യം, അകത്തെ മുറിക്കകത്തു നിന്നും വെള്ള ചുരിദാറിട്ടൊരു യൗവനക്കാരി മെല്ലെ മെല്ലെ ഇറങ്ങി വരികയാണ്. അവിടെ കാലിൽ ഒരു തോർത്തുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത് പകുതി അഴിഞ്ഞു. അവിടെ കയ്യിലെ കെട്ടഴിഞ്ഞു. മെല്ലെ മെല്ലെ നടന്ന് വന്നിട്ട് ഒഴിഞ്ഞൊരു കസേരയിൽ അവരിരുന്നു. ആംഗ്യം കാണിച്ചു, വെള്ളം തരാൻ പറഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി.
ആമേൻ. പാസ്റ്റർ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനം ആരാധിച്ച ജനത്തിൻ്റെ കൂടെ ഇവളും തന്നെ തന്നെ പരിസരം മറന്ന് ആത്മനിറവിൽ ആരാധിച്ചു. സകല കണ്ണുകളും അവളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, എരുമേലിയിൽ നിന്നും ഭ്രാന്ത് ബാധിച്ച് കയ്യും കാലും തോർത്തുകൊണ്ട് കെട്ടി പ്രാർത്ഥിക്കാൻ ജീപ്പിനകത്ത് വലിച്ചു കയറ്റി ആ മുറിക്കകത്ത് അടച്ചിട്ട പെണ്ണാണ്. മനസ്സിലായോ? അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തിയില്ല. ഹാളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അകത്ത് ഭ്രാന്ത് ബാധിച്ചവിടെ കെട്ടഴിഞ്ഞെങ്കിൽ വചനത്തിൻ്റെ മുമ്പിൽ അഴിയാത്ത കെട്ടുകളിൽ നിന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ വചനത്തിൻ്റെ വിടുതലിനായി ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തേ. കൃപ 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 കൃപ. പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വചനത്തിലൂടെ പരിഹരിക്കപ്പെടും. അഴിയാത്ത വള്ളിക്കെട്ടുകൾ വചനത്തിലൂടെ അഴിയും. കൃപ 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 കൃപ. അപ്പൊ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, അങ്ങ് കൊരിന്തിലിരുന്നു കൊണ്ട് ലേഖനം എഴുതുമ്പോൾ, ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് എത്ര ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? ഉറക്കെന്ന് പറഞ്ഞേ. 4. ചുമ്മാതെ അവരെ ഇളക്കാനല്ല ലേഖനം എഴുതിയത്. വൈകാരികമായി അവരെ ചലിപ്പിക്കാനല്ല ലേഖനം എഴുതിയത്. താനൊരു വാഗ്മിയാണെന്നോ പണ്ഡിതനാണെന്നോ പാത്താളെ അറിയിക്കാനല്ല ലേഖനം എഴുതിയത്. ആത്മനിയോഗത്തോടെ തെസ്സലോനിക്ക സഭയ്ക്ക് കൊരിന്തിലിരുന്നു കൊണ്ട് ലേഖനം എഴുതുമ്പോൾ 4 ലക്ഷ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലക്ഷ്യം 1, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ, വിശേഷിച്ച് അവിടെയുള്ള യുവവിശ്വാസികളെ പഠിപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ അവരെ ഉറപ്പിക്കുക. സന്തോഷമില്ലേ ആ ലക്ഷ്യം കേട്ടിട്ട്? ലക്ഷ്യം 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. സന്തോഷമില്ലെന്ന് തോന്നുന്നു. ലക്ഷ്യം 3 ഇച്ചിരി ഡിഫറൻ്റ് ആണ്. സമയമുണ്ടേ ഞാൻ പറയാം. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. ലക്ഷ്യം 4, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഉള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കൈ ഉയർത്തി ഉച്ചത്തിലൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ ലേഖനം എഴുതുമ്പോൾ ഗംഭീരമായ 4 ലക്ഷ്യമായി ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള. 1, വചനത്തിൽ അവരെ ഉറപ്പിക്കണം. 2, കർത്താവിന് പ്രസാദമുള്ളവരാക്കി മാറ്റണം. 3, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഉള്ളവരുടെ ദുഃഖം മാറ്റണം, അവരെ ആശ്വസിപ്പിക്കണം. 4, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഈ ലേഖനം ധ്യാനിക്കുന്ന, ഈ ലേഖനം വായിക്കുന്ന, ഈ ലേഖനം കേൾക്കുന്ന, ഈ ലേഖനം ചിന്തിക്കുന്ന ഏതൊരാളിലും ഈ 4 കാര്യങ്ങളും സംഭവിക്കണം. ഈ ലക്ഷ്യം വിശദീകരിക്കാൻ ഇനി 1.5 മണിക്കൂറോടെ എനിക്ക് തന്നാൽ തീരുകയില്ല. അതുകൊണ്ട് ഞാൻ തുപ്പൽ തൊടാതെ വിഴുങ്ങാതെ. 1-ാമത്തെ ലക്ഷ്യം, നല്ലൊരു 10 മിനിറ്റ് കൂടെ എൻ്റെ മുമ്പിലുണ്ടേ. 1-ാമത്തെ ലക്ഷ്യം, അവരെ പഠിപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ അവരെ ഉറപ്പിക്കുക. അപ്പോൾ ഈ ലേഖനത്തിലൂടെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രഥമ ലക്ഷ്യം മനസ്സിലായോ? വചനത്തിൻ്റെ നിർമ്മലമായ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പുള്ളവരായിരിക്കുക. ആ തീരുമാനം അകത്തുള്ളവർ കൈ ഒന്ന് ഉയർത്തിക്കേ. ആര് മാറിയാലും, എന്തൊക്കെ മാറിയാലും, ഏതൊക്കെ മാറിയാലും, എൻ്റെ തൊണ്ടക്കുഴിയിൽ ജീവൻ്റെ തുടിപ്പുള്ള അവസാന ശ്വാസം വരെയും വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഒരു കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഉറപ്പോടെ നിൽക്കുന്ന ദൈവപൈതലേ, ഒരിടത്തും നിന്റെ തലകുനിയാൻ, ഒരിടത്തും നീ പരാജയപ്പെടാൻ, ഒരിടത്തും നീ ലജ്ജിതനായി പിറകോട്ടോടാൻ ദൈവം അനുവദിക്കത്തില്ല. പലയിടത്തും നിന്റെ തല കുനിയുന്നത് കാണാൻ, പലയിടത്തും നീ ലജ്ജിതനായി പുറകോട്ടോടുന്നത് കാണാൻ, പലയിടത്തും നീ അപമാനിതനാകുന്നത് കാണാൻ, നിന്റെ പ്രതിയോഗി അണിയറയിൽ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുമ്പോൾ വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവപൈതലേ, ഒരിടത്തും നീ തോറ്റുപോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്,
ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെയും അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. എന്ത് പ്രസംഗിക്കുക? പിന്നെന്താ പറയുന്നത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ശ്രമിക്കുക. തലയ്ക്ക് മീതെ വിരിഞ്ഞ് ആകാശം മാറും കേട്ടോ. കാൽ ചവിട്ട് നിൽക്കുന്ന ഭൂമി പിളരും. ഒറ്റവരും ഉടയവരും എല്ലാം മാറിപ്പോകും. ദൈവപൈതലേ, എന്തെല്ലാം മാറിയാലും ഒരിക്കലും മാറ്റമില്ലാത്തത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഒരിക്കലും മാറ്റമില്ലാത്തത് ഉറക്കപ്പറ ദൈവത്തിന്റെ നിസ്തുല്യമായ വചനം മാത്രമാണെങ്കിൽ മരണം വരെ, ജീവിതത്തിന്റെ അവസാന നാൾ വരെ വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി നിൽക്കാം. അപ്പോൾ 1 മാസം തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസേ 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പഠിപ്പിച്ചത് എന്നാ? കഥയാണോ? ആട്ടമാണോ? പാട്ടാണോ? കഴമ്പില്ലാത്ത ചരിത്രമാണോ? നിലവാരമില്ലാത്ത കുറെ തമാശയാണോ? 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പൗലോസ് പഠിപ്പിച്ചത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശ സത്യത്തെക്കുറിച്ചാണ്. അത് പഠിപ്പിച്ചവരെ ഉറപ്പിച്ചിട്ട് തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിൽ പാർക്കുമ്പം അമ്മയുടെ മനസ്സ് നീറുന്ന പോലെ, അപ്പൻ്റെ മനസ്സ് പിടയുന്ന പോലെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഓർക്കുമ്പം പൗലോസിൻ്റെ മനസ്സ് നീറുക, പിടയുക. എന്നാ? ഞാൻ 1 മാസം കൊണ്ട് അവരെ പഠിപ്പിച്ച വചനത്തിൻ്റെ നിർമ്മലമായ അടിസ്ഥാന ഉപദേശം വിട്ടവരുടെ ഹൃദയം വ്യതിചലിക്കുമോ? ഭയപ്പെടുക. ഈ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലക്ഷ്യം വചനത്തിൽ അവരെ ഉറപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 2-ാമത്തെ ലക്ഷ്യം കർത്താവിന് പ്രസാദമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അവരെ പ്രബോധിപ്പിക്കുക. കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിക്കുക. അപ്പോൾ ഈ ലേഖനത്തിലൂടെ നമ്മെക്കുറിച്ച് ദൈവാത്മാവിൻ്റെ 2-ാമത്തെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? നമ്മുടെ ജീവിതം ആർക്ക് പ്രസാദമായിരിക്കണം? ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഇരിക്കുന്ന ഇരിപ്പിൽ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് പ്രസാദമാണ്. അത് പറയാൻ അഭിമാനമുള്ളവർക്കായിട്ട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ പാടി, എൻ്റെ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കട്ടെ. ലേഖനത്തിൽ വിശുദ്ധ സ്ലീഹൻ എന്താണ് പ്രബോധിപ്പിക്കുന്നത്? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയെന്താ, പൂർണ്ണതയെന്താ, പ്രസാദമെന്താ, ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ഇപ്പം നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം കേട്ടോ. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ദൈവത്തെ പ്രസാദിപ്പിക്കാനേ ഒറ്റ വഴിയേ ഉള്ളൂ. പൈസ കൊടുത്താൽ പ്രസാദം കിട്ടുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ, വിശുദ്ധ ജീവിതം. ഉറക്കെന്ന് പറഞ്ഞേ. അതാ ഈ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ വഴി, വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം ശ്രമകരമാണ് അല്ലേ? ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. പറ, വിശുദ്ധ ജീവിതം. 50 വട്ടം എവറസ്റ്റ് കയറാം, പക്ഷേ 50 മണിക്കൂർ വിശുദ്ധ ജീവിതം നയിക്കാൻ ഉണ്ട്. നാളെ പെന്തിക്കോസ് വിട്ട് പോയേക്കല്ലോ കേട്ടോ. ശ്രമകരമാണെന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ. ബാക്കി തെറ്റിയ നോട്ടത്തിൽ പോവും, നോട്ടത്തിൽ ക്രമീകരിച്ച ചിന്തയിൽ പോവും, ചിന്തയിൽ ക്രമീകരിച്ച പ്രവൃത്തി പോവും. ഒന്നിൽ പണിതാ വേറൊന്നിൽ പോവും. അതാണ് ഇടപാട്. പിന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഞാൻ കിള്ളിക്കിഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു വഴി കിട്ടി. ആ വഴി പറഞ്ഞ് ഞാൻ നിർത്താം. വിശുദ്ധ ജീവിതം നയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. പാപലോകത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് ശക്തി പകരുന്നത് ഒരേ ഒരാളാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായി സ്വഗിത്വമുള്ളവർ രാമൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ബന്ധമുള്ളവർ രാമൻ പറഞ്ഞാട്ടെ. അത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഞാൻ ചെന്ന ശേഷം കാര്യസ്ഥനെ തരാം. ആ പുള്ളി നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഒരു ദൈവപൈതലിൻ്റെ ഹൃദയത്തിൽ ബോധ്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, പാപലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു ദൈവപൈതലിനെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഈ 3-ാമത്തെ ലക്ഷ്യം പറയാൻ നേരമില്ലെങ്കിലും ഒറ്റ വാക്കി പറയാം. ഓക്കെ, മരിച്ചു പോയ
പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. ഒന്ന് പറഞ്ഞേ, അതോടെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം കേട്ടോ. സ്നാനം ഉണ്ടല്ലോ. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കൊരു ചെറിയ പ്രശ്നമല്ല, ഗുരുതരമായ പ്രശ്നമാണ്. മരിച്ചുപോയവരെ ഓർത്ത് ഇപ്പോൾ ഈ 1 മണിക്ക് നിങ്ങളെ നോക്കിയിട്ട് ഇപ്പോൾ ആരാണ്ടൊക്കെ ചത്തുപോയല്ലോ തോന്നും. ഒന്ന് സന്തോഷിച്ചിരിക്കും. ലോകത്തിലേറ്റവും മനോഹരമായ സ്ഥലത്താണ് ദൈവം നമ്മെ കൊണ്ടു നിൽക്കുന്നില്ലേ? ഒരു സന്തോഷമില്ലല്ലോ മുഖത്ത്. ഞാനിവിടെ നിന്നോട്ടെ. ലോകത്തിലേറ്റവും സുന്ദരമായ മനോഹരമായ ഒരിടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടുപോയതുപോലെയാ. ഇതിലും സേഫായിട്ടുള്ളൊരു സ്ഥലമില്ലെന്ന്. ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ഇടം അമ്മയുടെ ഗർഭപാത്രമാണ്. ലോകം മുഴുവൻ ഇളകിയാലും അതിനകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു സുരക്ഷിതയാ. അതിലും 10,000 മടങ്ങ് സുരക്ഷിതമായ ഒരിടമാണ് ദൈവത്തിൻ്റെ സന്നിധി. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. കൈകളടിച്ച് ആത്മാവിലൊന്ന് സന്തോഷിച്ചാട്ടെ. അതാണ് കോരഹിന്റെ പുത്രന്മാര് പറഞ്ഞത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം 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 എത്ര മനോഹരം. സങ്കീർത്തനക്കാരന് ലോകത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരേ ഒരിടമേ ഉള്ളൂ, അത് തിരുനിവാസമാണ്. തിരുനിവാസത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ പണികളല്ല. തിരുനിവാസത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ നിറമല്ല. തിരുനിവാസത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ വർണ്ണമല്ല. തിരുനിവാസത്തെ മനോഹരമാക്കുന്നത് 3 കാര്യമാണ്. അവിടെ കൃപ ഒഴുകുന്നുണ്ട്, അവിടെ കരുണ ഒഴുകുന്നുണ്ട്, അവിടെ സ്നേഹം ഒഴുകുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് 3ഉമുണ്ട്. അതുകൊണ്ട് ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധി. അതിൽ സന്തോഷമുള്ളവർ കൈകൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ഹൃദയം നന്ദിയായി നിറയുക. ഞാൻ വേഗം അവസാനിപ്പിക്കുക. ഇത്ര മനോഹരമായൊരു സ്ഥലം വേറെ ഉണ്ടോ? കോരഹിന്റെ പിള്ളേരെന്താ പാടിയത്? നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം ബാക്കി വേറെ 1000 ദിവസങ്ങളേക്കാൾ. അതുകൊണ്ട് ഞെളിവിരി കൊള്ളണ്ട. ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ ചെറിയ ഒരു ഗുരുതരമായ പ്രശ്നമാണ് മരിച്ചു പോയവരെ ഓർത്ത്. പറ. ഈ തിമോഥെയോസ് ഇടയ്ക്കിടയ്ക്ക് അവരെ ശ്രദ്ധിക്കുന്നു. ഇവർക്ക് 3 ദിവസം സന്തോഷമാണെങ്കിൽ അടുത്ത 10 ദിവസം ഇവർക്ക് സന്താപമാണ്. അന്യഭാഷയില്ല, ആരാധനയില്ല, സ്തോത്രവും ഇല്ല. ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് മിണ്ടാതിരിക്കും. മനുഷ്യനെന്ത് അനുഭവിച്ചെന്നറിയാം അവരെയും കൊണ്ട്. അവസാനം പുള്ളി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചോദിച്ചു, ദേ ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ വന്ന നാൾ മുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. 2 ദിവസം നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അടുത്ത 10 ദിവസം നിങ്ങൾക്ക് സന്താപമാണ്, ദുഃഖമാണ്. എന്താ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം? പറ. എൻ്റെ സന്ദേശമാണോ? എൻ്റെ പ്രബോധനമാണോ? എൻ്റെ പഠിപ്പിക്കലാണോ? പറ. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനത് ക്രമീകരിക്കാം. ഉടനെ കരഞ്ഞ് കലങ്ങിയ കണ്ണോടെ കണ്ണീര് തുടച്ചിട്ടവർ പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രബോധനത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ പഠിപ്പിക്കലിൻ്റെയോ കുഴപ്പമില്ല, അതെല്ലാം ബെറ്ററാണ്. പിന്നെ എന്താ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം? കവിളടകളിലൂടെ ഒഴുകുന്ന കണ്ണീര് തുടച്ചിട്ടവർ പറഞ്ഞു, ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം അങ്ങേക്കറിയണോ? അറിയണം. പറ, കേട്ടോ. ഞങ്ങളുടെ മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് ദുഃഖം. അത് തെറ്റി പറയാൻ പറ്റുമോ തിമോഥെയോസേ? മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും എന്താ പാസ്റ്ററേ? നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചുപോയവരുണ്ട്, അവരെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ഓർക്കുമ്പോൾ നമുക്ക് എന്നാ? മരിച്ചുപോയവരെ കുറിച്ച് ഓർത്ത് തുള്ളിച്ചാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ജഗതിക്ക് അപ്പുറം ഒരു പ്രത്യേക സ്ഥലമുണ്ട്, 2 ആഴ്ച പോയി കിടന്നാൽ മതി, സൂക്കടങ്ങ് മാറും. മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. എൻ്റെ സ്നേഹസമ്പന്നയായ അമ്മ മരിച്ചിട്ട് വർഷം 13 കഴിഞ്ഞ് 14ലേക്ക് കയറി. ഇന്നും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണ് നനയിക്കും. കാര്യം നല്ലൊരമ്മയായിരുന്നു എൻ്റെ അമ്മ, നല്ലൊരമ്മ. ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് കള്ളം പറയല്ല, നല്ലൊരമ്മ, വാത്സല്യനിധിയായ ഒരമ്മ, സ്നേഹസമ്പന്നയായ ഒരു നല്ലൊരമ്മ. ആ നല്ല അമ്മയുടെ 6 മക്കളിൽ ഇളയവനാണ് ഞാൻ. 26 വർഷം
ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം ഏകയായി സഞ്ചരിച്ച് 10,000-കണക്കിന് ആളുകൾക്ക് ലഘുലേഖകൾ കൊടുത്ത് 100-കണക്കിന് ആളുകളെ സുവിശേഷം പറഞ്ഞ് ദൈവറിവിലേക്ക് കൊണ്ടുവന്ന സാധുവായ ഒരു പാവം അമ്മയുടെ ഇളയ മകനാ ഞാൻ. എടാ എന്ന് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടില്ല, പോടാന്ന് വിളിച്ചിട്ടില്ല, വാടാന്ന് വിളിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ ഞാൻ ദൈവകൃപയിലായിരുന്നത് കൊണ്ട് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് തന്നു. വിട്ടുപിരിഞ്ഞു പോയിട്ട് വർഷം 14 എൻ്റെ അമ്മയുടെ മുറി എൻ്റെ 2ാമത്തെ മകളാണ് ഉപയോഗിക്കുന്നത്. ആ മുറിയിൽ അമ്മയുടെ അലമാരിയുണ്ട്. ആ അലമാരിയിൽ അമ്മയുടെ സ്കാനിങ് റിപ്പോർട്ടുണ്ട്. അമ്മയുടെ ശ്വാസത്തിൻ്റെ ഗന്ധമുള്ള വസ്ത്രങ്ങൾ ആ അലമാരിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അമ്മ കൊടുക്കാൻ മാറ്റിവെച്ച ലഘുലേഖകളുണ്ട്. അമ്മ ഉപയോഗിച്ച ബൈബിളുണ്ട്. അമ്മ വണ്ടിക്കൂലിക്ക് മാറ്റിവെച്ച ചില്ലറ പൈസയുണ്ട്. അത് വെച്ചിരിക്കുന്ന ബാഗുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ അലട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനതെടുത്ത് പരിശോധിക്കാറുണ്ട്. കണ്ണ് നനയാറുണ്ട്. വാക്കുകൾക്ക് തടസ്സം നേരിടാറുണ്ട്. മരിച്ചുപോയ സ്നേഹസമ്പന്നയായ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖമാണ് പ്രിയരെ. ആ ദുഃഖം എപ്പോഴാണ് മാറുന്നതെന്നറിയാമോ? മരിച്ചുപോയ എൻ്റെ അമ്മയെ തേജസ്സോടെ ഒരിക്കൽ ഞാൻ കാണും എന്ന പ്രത്യാശ എൻ്റെ അകത്ത് നിറയുമ്പോഴാണ് ആ ദുഃഖം മാറുന്നത്. ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കളാണോ ഇങ്ങനെ കൈയടിക്കുന്നത്? ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കളാണോ ഇങ്ങനെ സ്തോത്രം പറയുന്നത്? യെസ്. തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ ഇവിടെയാണ് തെസ്സലോനിക്ക സഭയുടെ പ്രശ്നം കേട്ടോ. ഈ പുനരുത്ഥാനത്തെ പോലും മറിച്ച് കളയുന്ന ദുരുപദേഷ്ടാക്കന്മാർ സഭയ്ക്കകത്ത് കയറി വിപ്ലവത്തിൻ്റെ തരംഗമുളവാക്കുന്ന കാലം. അത് പറഞ്ഞ് ഞാൻ നിർത്താം. ഈ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ മരിച്ചു പോയവരെ കുറിച്ചുള്ള ദുഃഖം എന്നാണെന്നറിയാം. മരിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖമല്ല. അവരുടെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു. ഒരു 2 വർഷം മുമ്പാണ്. ഞാൻ പരസ്യോഗത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു. അക്രൈസ്തവനാണ്. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു, മരണപ്പെട്ടു. നമുക്കൊന്ന് കാണാം. ബോഡി കൊണ്ടിരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, അവൻ്റെ വൈഫ് എവിടെയെന്ന് ചോദിച്ചു. അകത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ്റെ ഒപ്പം ആ പെൺകൊച്ചിനെ കാണാൻ ഞാനും ആ മുറിക്കകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, ഒരേ ഒരു മോളേ ഉള്ളൂ, കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ഒരു ഉടുപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ച് ആ കട്ടിലിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവളായി പൊട്ടിക്കറിയുക. ഞങ്ങളെ കണ്ടപ്പോൾ അവളുടെ വേദനയുടെ ആഴം വർദ്ധിച്ചു. അവൾ പറഞ്ഞത്, ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ, ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. തെസ്സലോനിക്കയിലുള്ളവരുടെ മരിച്ചവരെ കുറിച്ചുള്ള ദുഃഖം എന്നാണെന്നറിയാമോ? ആ ദുഃഖം ഇതുപോലുള്ള ദുഃഖമല്ല. ഒന്ന് കേട്ടേ, ആ ദുഃഖത്തിൻ്റെ കാരണം ഞാനൊന്ന് പറയാം. ഒന്ന് ശ്രദ്ധിക്കണേ, എന്നിട്ട് നമുക്ക് നിർത്താം. ഈ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ നമ്മളെപ്പോലെയല്ല, കർത്താവിൻ്റെ വരവിനെ വളരെ പ്രത്യാശയോടെ കാത്തിരുന്നവരാ. എങ്ങനെയാ? ഉറക്കെയെന്ന് പറഞ്ഞേ, ഉറക്കെ. നമുക്ക് അത്ര കണ്ട് പ്രത്യാശയൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. യേശു വരാറായി കണ്ടോ, ഒറ്റ ഒരെണ്ണം മിണ്ടിയില്ല. എന്നാൽ ഇന്ന് ചിലത് അഴിയാൻ പോവാന്ന് പറഞ്ഞാൽ എല്ലാം ഉറഞ്ഞതുള്ളൂ. ഒരു ദൈവപൈതൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയത് അവൻ വരുമെന്ന് കേൾക്കുമ്പോഴാണ്. നമ്മുടെ കയ്പുകളെല്ലാം മധുരമാകുന്നത്, നമ്മുടെ നഷ്ടമെല്ലാം ലാഭമാകുന്നത്, നമ്മുടെ കണ്ണുനീരെല്ലാം മാറുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോഴാണ്. അവൻ്റെ വരവിനെ കുറിച്ച് അകതാരിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ധന്യരാണ്. ഇവരുടെ മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖത്തിൻ്റെ കാരണം തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ കർത്താവിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാ. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടെ കേട്ടോണം, ആ വരവ് കാണാൻ കഴിയാതെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളിൽ ചിലർ മരിച്ചു. കർത്താവിൻ്റെ വരവ് കാത്തിരുന്നിട്ട് ആ വരവ് കാണാൻ കഴിയാതെ അവരെന്ത് ചെയ്തു? ചിലർ മരിച്ചു. അപ്പം ആ മരിച്ചു പോയവരുടെ ഭാവി എന്താകുമെന്ന് ഓർക്കുമ്പോഴവർക്ക് ദുഃഖം. അയ്യോ, ആ മരിച്ചു പോയവരുടെ ആത്മാവ് എവിടെ ചെല്ലുമെന്നോർക്കുമ്പോഴവർക്ക് ദുഃഖം. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ചിന്ത
ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. മരിച്ചവരുടെ കാര്യത്തിൽ അത്ര കണ്ടവർക്ക് ഉറപ്പില്ല. പൗലോസിന് സമയം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടായി 5 അധ്യായത്തിനകത്തും കർത്താവിൻ്റെ വരവിനെ കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മേടിച്ചെന്ന് വായിച്ചാൽ മതി. അപ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ കാരണം യേശുവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് എവിടെയെത്തും, അവരുടെ ഭാവി എന്താകുമെന്നോർത്ത് ദുഃഖിച്ച് ആശങ്കപ്പെട്ട് കരഞ്ഞു വാടി തളർന്നിരിക്കുന്നവർ പൗലോസ് ആശ്വസിപ്പിക്കുന്നത് പാട്ടുപാടിയോ കഥ പറഞ്ഞോ അല്ല. അവരെ ആശ്വസിപ്പിക്കുന്നത് വചനത്തിലൂടെയാണ്. അത് പറഞ്ഞ് ഞാൻ നിർത്താം. അവരെ ആശ്വസിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന വചനം ഏതാണെന്നറിയാമോ? 4:13. എന്താ? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ബാക്കി ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്? ഭക്തൻ്റെ മരണത്തിന് തിരുവെഴുത്തിൽ 7 മുഖമുണ്ട്. അതിലൊരു മുഖം ഭക്തൻ്റെ മരണം നിദ്രയാ. ഉറക്കിയെന്ന് പറഞ്ഞേ, ഭക്തൻ്റെ മരണം നിദ്രയാ. അതുകൊണ്ടല്ലേ ദാനിയേൽ മരിച്ചപ്പോൾ പറഞ്ഞത്, നീ പോയി വിശ്രമിക്ക് ദാനിയേലേ, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഭക്തന്റെ മരണത്തിന് 7 മുഖം വചനത്തിലുണ്ടെങ്കിൽ അതിലൊരു മുഖം നിദ്രയാണ്. യേശുവിൻ്റെ വരവ് കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് എവിടെ എത്തുമെന്നോർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്നവരെ പൗലോസ് ആശ്വസിപ്പിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്? നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ് 16-ാം വാക്യമോ ഒന്നിച്ച് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. അങ്ങോട്ട് ഉറക്കെന്ന് പറഞ്ഞ് 16-ാം വാക്യം. നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും ഉറക്കെ പ്രധാന ദൂതൻ്റെ, ഞാൻ ഇപ്പം മൈക്ക് കൊടുക്കാൻ ഉറക്കെ പറഞ്ഞില്ലേ, 1:30 നിർത്തത്തില്ല. കർത്താവ് താൻ ഗംഭീര പ്രധാന ദൂതൻ്റെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ എവിടുന്നാ പറ? സ്വർഗത്തിലേക്ക് പോയവൻ പാതാളത്തിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഇത് കേട്ടിട്ട് സന്തോഷമൊന്നുമില്ല, എനിക്കങ്ങ് തുള്ളിച്ചാടാൻ തോന്നുക. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഉറക്കെന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർക്കും. ആശങ്ക മാറിയോ? തെസ്സലോനിക്ക സഭയുടെ സംശയം മാറിയോ? സങ്കടം മാറിയോ? യേശുവിൻ്റെ വരവ് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് എവിടെ എത്തുമെന്ന ദണ്ണം മാറിയോ? അവരുടെ ആത്മാവ് എങ്ങും പട്ടടങ്ങത്തില്ല, എങ്ങും കെട്ടടങ്ങത്തില്ല, പഞ്ചഭൂതത്തിൽ ലയിച്ചു ചേരത്തില്ല. കാഹളം ധ്വനിക്കും, കല്ലറകൾ പിളരും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ഗ്ലോറി 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 ഗ്ലോറി. അവരെങ്ങനെ ഉയർക്കുന്നത്? യൗവനയുക്തരാ. ഇന്നലെ രാത്രി എൻ്റെ മോള് കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ച സങ്കീർത്തനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. ആമേൻ. ഉഷസിൻ്റെ ഉദരത്തിൽ നിന്നും യുവാക്കളാകുന്ന മഞ്ഞ് പൊഴിയും കണക്ക് കാഹളധ്വനിയിൽ കല്ലറകൾ പിളർക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. അവരെങ്ങനെ ഉയർക്കുന്നത്? യൗവനയുക്തരായിട്ട്. 3 വയസ്സുള്ള നമ്മുടെ കുഞ്ഞ് മരിച്ചാൽ ഒരിക്കലും അതിനെ 3 വയസ്സുള്ള കുഞ്ഞായിട്ട് ഇനിയും കാണാൻ പറ്റത്തില്ല. കാനവച്ചൻ പറയുന്നത് അത് ഉയർക്കുന്നത് 3 വയസ്സുള്ള കുഞ്ഞായിട്ടല്ല, യൗവനയുക്തയായിട്ടാണ്. 90 വയസ്സുള്ള നമ്മുടെ അപ്പച്ചൻ മരിച്ചാലേ കാഹളധ്വനിയിൽ 90 വയസ്സുള്ള അപ്പനായിട്ട് വടിയും കുത്തി വളഞ്ഞല്ല ഉയർക്കുന്നത്, യൗവനയുക്തനായിട്ടാ. അതിൻ്റെ മാനദണ്ഡം സഭയുടെ ശിരസാര പറ? ക്രിസ്തു മരിച്ചത് 33.5 വയസ്സിലാ, അടക്കപ്പെട്ടത് അതേ പ്രായത്തില്. സഭയുടെ ശിരസായവന് 33.5 വയസ്സാണെങ്കിൽ 33.5 വയസ്സുകാരൻ്റെ ശിരസിന് 2കാരൻ്റെ ശരീരം പറ്റത്തില്ല, 90കാരൻ്റെ ശരീരം പറ്റത്തില്ല. അതിന് ചേരുന്ന ശരീരമാകണം യൗവനക്കാരൻ്റെ ശിരസിന്, യൗവനക്കാരൻ്റെ ശരീരം. കാഹളധ്വനിയിൽ മരിച്ച വിശുദ്ധന്മാർ യൗവനയുക്തരായി കരങ്ങളടിച്ച് പ്രത്യാശയോടെ നമ്മുടെ ഭാവി കാലത്തെ കുറിച്ചാണ് പറയുന്നത്. മരിച്ച വിശുദ്ധന്മാർ യൗവനയുക്തരായി ഉയർക്കും. പിന്നെ നമ്മളെക്കുറിച്ച് പിന്നെ ഈ പരിവൊക്കെ കേട്ടിട്ട് അന്ന് വരെ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. എങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഉറക്കെ എന്ന് പറ. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒന്നിച്ചെങ്ങനെ? ഈ
ചുരിദാർ ഇട്ടുകൊണ്ട്, ഈ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട്, ഈ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട്, ഈ കണ്ണാടി വെച്ചുകൊണ്ട് ഈ ശരീരത്തോടു കൂടെ അവരോട് ഒന്നിക്കാൻ പറ്റത്തില്ല. മരിച്ചുയർത്ത വിശുദ്ധന്മാരോട് ജീവനോടെ ശേഷിക്കുന്ന നാം ഒന്നിക്കുന്നത് എങ്ങനെയാ? രൂപാന്തരപ്പെടും. കാഹളധ്വനിയിൽ വിശുദ്ധന്മാർ കല്ലറകൾ പിളർന്നുയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നമ്മിലൊരു പ്രക്രിയ നടക്കും. രൂപാന്തരപ്പെടും. ഉറക്കെ എന്ന് പറഞ്ഞേ, രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. സന്തോഷമില്ലേ? കോവിഡിന് തൊടാൻ പറ്റാത്ത, ഒമിക്രോണിന് തൊടാൻ പറ്റാത്ത, അൾസറിന് തൊടാൻ പറ്റാത്ത, ഹൃദയ സ്തംഭനത്തിന് തൊടാൻ പറ്റാത്ത, ക്യാൻസറിന് തൊടാൻ പറ്റാത്ത, മരണത്തിന് തൊടാൻ പറ്റാത്ത, ദ്രവത്വത്തിന് തൊടാൻ പറ്റാത്ത ഒരു തേജസ്സിന്റെ ശരീരം ദൈവം നിനക്ക് തരാൻ മുഴയോ. ആ ഭാവി കാലത്തെ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. പനി മാറുന്ന കാര്യമല്ല, രോഗം മാറുന്ന കാര്യമല്ല, കടം മാറുന്ന കാര്യമല്ല, വീട് കിട്ടുന്ന കാര്യമല്ല, കാറ് കിട്ടുന്ന കാര്യമല്ല, ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യമല്ല. യഥാർത്ഥമായി നമ്മുടെ ഭാവിയാ ബൈബിൾ പറയുന്നത് നാം രൂപാന്തരപ്പെടും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഉയർത്ത വിശുദ്ധന്മാരും രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും ഒന്നിക്കും. എന്നിട്ടൊരു പോക്ക. മാരാമൻ കൺവെൻഷനോ കുമ്പനാട് കൺവെൻഷനോ കഴിഞ്ഞു പോകുന്ന പോലെയല്ല. രണ്ട് കൂട്ടർ ഒറ്റ പോക്ക. എങ്ങോട്ടാ? ആകാശമേഘങ്ങളിലേക്ക്. ആമേൻ. ഇവിടെ ശൂന്യാകാശത്തെങ്ങാണ്ട് 5-6 പേര് പോയില്ലേ? ഒരു ഗ്രൂപ്പ് പോയി. 9 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞാൽ പോയത്. 9 മാസം എടുത്തു വരാൻ. എന്തോരെ പാടുപെട്ടു. പേടകനകത്ത് കയറി 4-4.5 മണിക്കൂർ കൊണ്ട് വെള്ളത്തിൽ പേടകം പൊത്തോന്ന് വീഴുന്നു. പിന്നെ ചെന്നത് തുറക്കുന്നു, അതിനകത്തുനിന്ന് വലിച്ചു പുറത്തിറക്കുന്നു, ഇവരെ നിർത്തുന്നു. ഇവിടുത്തെ ഗുരുത്വാകർഷണം അവിടുത്തെ ഗുരുത്വാകർഷണം തമ്മിൽ പറ്റുന്നില്ല. കാലുകൾ ആടുക. എന്തു പാടുപെട്ടാന്നറിയാമോ ഇവിടെ വന്നത്? എന്നാൽ കാഹളധ്വനിയിൽ മരിച്ച വിശുദ്ധന്മാരും രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും മേപ്പോട്ട് പൊങ്ങുന്നതേ 1 മണിക്കൂർ കൊണ്ടല്ല, 4 മണിക്കൂർ കൊണ്ടല്ല, 1/2 മണിക്കൂർ കൊണ്ടല്ല. പൗലോസിന്റെ ഭാഷ പറഞ്ഞതേ നൊടി നേരം കൊണ്ട് കണ്ണി വയ്ക്കുന്നതിനിടയിൽ നാം ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി ആകാശമേഘങ്ങളിലേക്ക്. എന്തിനാ എടുക്കപ്പെടുന്നത്? നമ്മുടെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ. അവനെ എതിരേൽക്കും. എന്നിട്ട് പൗലോസ് പറയാം, ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. എന്നിട്ട് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം. കണ്ടോ? സങ്കടപ്പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പൗലോസ് കൊടുത്തത് വചനമാ. അപ്പം നമ്മെ ആശ്വസിപ്പിക്കാൻ വചനത്തിന് കഴിയുമെന്ന് ഉറപ്പുണ്ടോ? നിന്റെ പ്രശ്നം എന്താണെങ്കിലും അതിനകത്തോട്ട് ചൂഴ്ന്നിറങ്ങി വേണ്ട ആശ്വാസം തരാൻ വചനത്തിന് കഴിയും. നീ രോഗിയാണെങ്കിലും വചനം നിന്നെ ആശ്വസിപ്പിക്കുന്നത്. പോട്ടെ, സാരമില്ലെന്നല്ല, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ. എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കീമോയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്, റേഡിയേഷന് ചെയ്യാൻ കഴിയാത്തത്, ബൈപ്പാസിന് ചെയ്യാൻ കഴിയാത്തത് ഇന്നു പകൽ വചനത്തിന് ചെയ്യാൻ കഴിയും. നിന്റെ പ്രശ്നം എന്താണെങ്കിലും അതിനകത്തോട്ട് ചൂഴ്ന്നിറങ്ങി നിന്നെ ആശ്വസിപ്പിക്കുവാൻ വചനത്തിന് കഴിയും. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. 4-ാമത്തെ ലക്ഷ്യം യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ അവരെ. അപ്പം നമുക്ക് കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ എന്ത് വേണം? എനി ടൈം, ഏത് നിമിഷവും ഒന്ന് സംഭവിക്കും. നമ്മുടെ കർത്താവ് വരും, അല്ലെങ്കിൽ നാം മരിക്കും. കേട്ടോ? സങ്കടപ്പെടേണ്ട. 2 കാര്യം സംഭവിക്കും. 2-ലേതാദ്യം സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഒന്നെങ്കിൽ നാം തട്ടിപ്പോകും. സ്വത്രം എല്ലാം പോയോ? ആയുസ് കൂട്ടാനുള്ളൊക്കെ മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ചോ? മൈക്കിൾ ജാക്സന്റെ ആഗ്രഹം 150 കൊല്ലം ജീവിക്കണമെന്നായിരുന്നു. എല്ലാ ക്രമീകരണം ചെയ്ത് 50 വയസ്സ് തട്ടിപ്പോയി. മോശ പറഞ്ഞു, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കണം. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. അതിൻ്റെ അർത്ഥം ഏത് നിമിഷവും മൃത്യു നമ്മെ പിടിക്കുമെന്നൊരു തിരിച്ചറിവ് വേണം. ഇന്നെൻ്റെ കൂട് വിട്ടെൻ്റെ പ്രാണം പോയാൽ നേരെ മുകളിൽ എനിക്കൊരു നിത്യതയുണ്ട്, അവിടെ സുരക്ഷിതമായി പറന്നു കയറുമെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഹല്ലേലൂയ പറ.
നിന്റെ വീടിൻ്റെ പണി തീർത്തു എന്നതിനേക്കാൾ, നിന്റെ കൊച്ചിൻ്റെ ഭാവി സുരക്ഷിതമായി എന്നതിനേക്കാൾ, നിന്റെ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കി എന്നതിനേക്കാൾ, നിന്റെ സാമ്പത്തിക ബാധ്യത മാറ്റി നീ സുരക്ഷിതനായി എന്നതിനേക്കാൾ 10,000 മടങ്ങ് ഉറപ്പ് നിന്റെ ആത്മാവിൻ്റെ നിത്യത ഉറപ്പാക്കുന്നത്. മേൽപ്പറയപ്പെട്ടതൊക്കെ ഈ ലോകം കൊണ്ട് തീരും, നിത്യത കൊണ്ടത് മറക്കരുത്. അത് ഓരോ ദിവസവും ഉറപ്പാക്കണം. അവൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശകൾ നമുക്ക് എന്ത് വേണം? സ്ഥിരത വേണം. ലോകവ്യാപകമായി കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ നിന്നും യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത ശത്രു എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. സ്ഥിരത നഷ്ടപ്പെട്ടവനെ സ്ഥിരതയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവനെതിരെ പല്ലും നഖവും പേന ഉപയോഗിച്ചെഴുതിയാലും മടങ്ങി വരത്തില്ലെന്ന്. വരവിൻ്റെ പ്രത്യാശയുടെ സ്ഥിരത പോയവനെ ഗുണപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. അവൻ്റെ പുറകെ ഓടി സമയം കളയണ്ടെന്ന്, അവനെതിരെ എഴുതി സമയം കളയണ്ടെന്ന്. അതാ വെളിപ്പാടുകാരൻ പണ്ടേ പറഞ്ഞത്, അഴുക്കുള്ളവൻ അഴുക്കാറട്ടെ, നീതിമാൻ തന്നെ നീതീകരിക്കട്ടെ, ഇതോ ഞാൻ വേഗം വരുന്നു. പെന്തിക്കോസ്തുകോളം നേരിടുന്ന ഏറ്റവും വലിയ അപജയം, സാക്ഷ്യമില്ലായ്മ, മൂല്യച്യുതി, തരംതാഴ്ച, പരാജയം, അവൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത എന്ത് ചെയ്തു പോയി. എൻ്റെ പ്രിയരേ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ആരാ? വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള കന്യകമാരാ. സ്ഥിരതയില്ലെങ്കിൽ വിളക്കിൽ എണ്ണയില്ലാത്ത ബുദ്ധിയില്ലാത്ത കന്യകയാ. ഏത് അർദ്ധരാത്രിയിലാണ് മണവാളൻ്റെ ആർപ്പിൻ്റെ കാഹളം മുഴങ്ങുന്നതെന്ന് നിശ്ചയമില്ല. ഏതർദ്ധരാത്രിയിൽ അവൻ്റെ ആർപ്പിൻ്റെ കാഹളം മുഴങ്ങിയാലും അവൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുണ്ടെങ്കിൽ നാം അവനൊപ്പം മണിയറയിൽ പ്രവേശിക്കും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ 4 ലക്ഷ്യത്തോടെ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രോഗസൗഖ്യമല്ല, അതില്ലെന്നല്ല. സാമ്പത്തിക വിടുതലല്ല, അതില്ലെന്നല്ല. ഈ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയം യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. 5 അധ്യായങ്ങളിലും പടർന്നു കിടക്കുക കർത്താവിൻ്റെ വരവ്. അപ്പോൾ 4 ലക്ഷ്യത്തോടുകൂടെ വരവിനെ ആസ്പദീകരിച്ച് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ 8 പ്രബോധനമാണ് സഭയ്ക്ക് കൊടുക്കുന്നത്. അതിൽ ചില പ്രബോധനങ്ങൾ ചില മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. 8 പ്രബോധനം. 1, നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ. ഒന്ന് സന്തോഷിച്ചേ. എപ്പോഴും. ബർഗമൻ സാന്ന് ഒന്ന് പാടിയത്, എൻ്റെ അപ്പാ വീട്ടിൽ എപ്പോഴും. എൻ്റെ തമിഴ് അത്ര കണ്ട് നിങ്ങൾക്ക് പിടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നല്ലപോലെ തമിഴ് അറിയാവുന്നവരല്ലേ. ബർഗമൻസ് പാടി എന്നാണ്, എന്നോട് അപ്പാ വീട്ടിൽ എപ്പോഴും. അവിടെ എന്തുണ്ട്? ആടലും. നിങ്ങളെ സ്വർഗസ്ഥലങ്ങൾ ഇരുത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം, എപ്പോഴും സന്തോഷിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എപ്പോഴും സന്തോഷിക്കാം, കൈ നിറയെ കാശുണ്ട് എപ്പോഴും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്ന സന്തോഷത്തോടെ ഒരു പഴുത്ത പേരയ്ക്ക എനിക്ക് തന്നു. ഞാൻ ചോദിച്ചു, എന്താടാ പേരയ്ക്ക തന്നെ? എൻ്റെ പൊന്നെണ്ണ, രക്ഷിക്കപ്പെട്ടവനല്ല, എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്. എൻ്റെ പൊന്നെണ്ണ, ഞാൻ 12 ടിക്കറ്റ് എടുത്ത് ലോട്ടറിയെ. കേരളത്തിലെ ഒരു 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 എന്താ പറഞ്ഞത്, ആദായം ഉണ്ടാക്കുന്ന സർക്കാരിന് ഒരു വരുമാനമുള്ള പരിപാടിയാണ് ടിക്കറ്റ്, ലോട്ടറി. 12 ടിക്കറ്റ് എടുത്തു. കൈവയ്യാത്ത ഒരു ചേട്ടൻ്റെ നിന്ന് എടുത്ത 12 ടിക്കറ്റും എനിക്ക് 5000 വെച്ചടിച്ചെണ്ണ. അവനെനിക്ക് തന്നത് ഒരു പേരയ്ക്ക. ഒരു ടിക്കറ്റ് തന്നിരുന്ന എനിക്ക് സന്തോഷമായേനും. എനിക്കൊരു പേരയ്ക്ക തന്നു. അപ്പം ഞാനതൊക്കെ തിന്നുവനുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവനൊരു ഫോൺ വന്നു. ഫോൺ എടുത്ത് സംസാരിച്ചത് ഇവൻ്റെ മുഖഭാവം അങ്ങ് മാറി. ഞാൻ പറഞ്ഞു, എന്താടാ വല്ലാത്തൊരു സങ്കടം? അതേ, ഇപ്പോൾ ഒരു കടക്കാരൻ വന്നു, ആ പൈസ എപ്പോൾ കൊടുക്കണം? അടിച്ച ടിക്കറ്റിൻ്റെ പൈസ എല്ലാം അപ്പം തന്നെ കണ്ടോ. പൈസ ഉണ്ടേ സന്തോഷിക്കാം, പക്ഷെ പൈസ പോകുമ്പം സന്തോഷം. ലോകത്തിൽ എന്തിനെ ആശ്രയിച്ചാൽ നമ്മുടെ സന്തോഷം, അത് പോകുമ്പോൾ ആ കൂടെ സന്തോഷം പോകും. വിശ്വാസിയേ, നിനക്കെപ്പോഴും സന്തോഷിക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആ വഴി മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനും നമ്മുടെ പ്രത്യാശയുമാകുന്ന യേശു ക്രിസ്തുവിൽ. പ്രിയ മക്കളെ, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. പണം മാറും, പിടിപാടുകൾ മാറും, സ്നേഹിതർ മാറും. ആര് മാറിയാലും ഒരിക്കലും മാറാത്തവൻ കർത്താവാണ്. അവനിൽ സന്തോഷിച്ചോണം, എപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെ പറയാം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അടുത്തത്, എല്ലാറ്റിലും ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ അല്ല, സ്തോത്രം പറ.
എന്ത് വന്നാലും എന്ത് പറയണം വെച്ചാ സ്തോത്രം പറയണം. എന്ത് വന്നാലും സ്തോത്രം പറയണം. ഞാൻ ഒരു സൂപ്പർഫാസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ നീളം കുറഞ്ഞൊരു അമ്മ വിശ്വാസിയാ. അമ്മയ്ക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല, ഞാനും നിൽക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് മേളിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം. അമ്മ എൻ്റെ അരയൊപ്പമേ ഉള്ളൂ, അമ്മയ്ക്ക് പിടിക്കാൻ സൈഡിലെ കമ്പിയുള്ളൂ. പെട്ടെന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് വേറൊരു ബസ് കയറി വന്നപ്പം സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ നോക്കിയപ്പോൾ ബാലരമയ്ക്കകത്ത് ലുട്ടാപ്പി പോകുന്ന പോലെ ഈ വലിയമ്മ പാഞ്ഞു പോവാം, മുന്നോട്ട് തെറിച്ചങ്ങ് പോയി. ഞാൻ ഓർത്ത് ഫ്രണ്ട് ഗ്ലാസും പൊട്ടിച്ച് റോഡിൽ ചെന്ന് വീഴുവന്നു. പോയ പോക്കിൽ യേശുവേ സ്തോത്രം എന്നൊരൊറ്റ പറച്ചിൽ വണ്ടി അവിടെ നിന്നു. കേട്ടോ, എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ഈ ജ്ഞാനിയായ ശലോമോൻ 1000 ഹോമയാഗങ്ങൾ കഴിച്ചത്. 1000 ഹോമയാഗം കഴിച്ചപ്പോഴേ ദൈവം ശലോമോൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് അവനോട് ചോദിക്കുക, പറ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? സ്തോത്രം യാഗമാണ്, ആദരഫല യാഗമാണ്. സ്തോത്രം ഇടവിടാതെ പറയുമ്പോൾ ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും, എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിന്റെ ആവശ്യം എന്താണെന്ന് നിന്നോട് ചോദിക്കേണ്ടതിന് നിന്റെ സൃഷ്ടാവിനെ നിന്റെ അരികിലേക്ക് വിളിച്ചിറക്ക യാഗമാണ് സ്തോത്രം. എപ്പോഴും സ്തോത്രം പറയണം. എന്നിട്ട് പറയും, ആത്മാവിനെ കടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിക്കണം. എന്നിട്ട് സകലവിധ ദോഷവും വിട്ടകലനം. കണ്ണടച്ച് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എനിക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവമായ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സമയം അനുവദിച്ചില്ല. എൻ്റെ സഹോദര സഭയാണ്, എൻ്റെ സഹോദരനാണ് ഇവിടെയുള്ള കർത്തൃദാസൻ. വീണ്ടും എനിക്കിവിടെ വരുവാനുള്ള അവസരങ്ങളുണ്ട്. ബാക്കി ഭാഗം ആ സമയത്ത് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നൊരു ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നൽകിയത്. എനിക്കറിയാം സമയം അതിക്രമിച്ചു, സോറി. ദൈവാത്മാവിൻ്റെ നിയോഗം കൊണ്ട് ഞാൻ അത്രയും മുൻപോട്ട് പോയതാണ്. നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. ആയുസിൻ്റെ അന്ത്യം വരെ വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിൽക്കാം. കർത്താവിന് പ്രസാദമുള്ളൊരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ ഒരു നാൾ കാണും എന്ന പ്രത്യാശയിൽ നമ്മുടെ പ്രവാസം കഴിക്കാം. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി മുൻപോട്ട് പോകാം. എപ്പോഴും സന്തോഷിക്കാം, ഇടവിടാതെ പ്രാർത്ഥിക്കാം, എല്ലാറ്റിലും സ്തോത്രം ചെയ്യാം.